ലെബനാനിൽ കഴിഞ്ഞ ദിവസം നടന്ന പേജർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും അപകട മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തണമെന്ന് ഇറാന്റെ പാർലമെന്റ് അംഗം അഹമ്മദ് ബദ്ഗേഷ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായിരിക്കുന്ന ചർച്ചയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇറാന്റെ രഹസ്യ വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും അത് പാർലമെന്റിന്റെ സഭയ്ക്ക് മുൻപാകെ വെക്കുകയും വേണം. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ലെബനാൻ കേന്ദ്രീകരിച്ച് നടന്ന വാക്കി ടോക്കി ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള കളിപ്പാട്ട സ്ഫോടനമാണെങ്കിലും ഇതെല്ലാം പേജറടക്കമുള്ള സംവിധാനങ്ങളുടെ എല്ലാം നിർമ്മാണവും വിതരണവും ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യം അതീവ ഗൗരവമുള്ളതാണ് എന്നുള്ളതും മനുഷ്യന്റെ നിത്യാവശ്യ വസ്തുക്കൾക്കിടയിൽ ദുരന്തം ഒളിഞ്ഞു നിർത്തുന്ന ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുക വേണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സ്ഫോടക വസ്തുക്കൾ നിത്യേന ഉപയോഗിക്കുന്ന വാക്കി ടോക്കിയുടെയും പേജറിന്റെയും മൊബൈലിന്റെയും ഉള്ളിലൊക്കെ ഘടിപ്പിച്ചു വെക്കുക എന്നുള്ളത് അതിക്രൂരമായിരിക്കുന്ന ചതിയാണ്. മുൻപ് കാലങ്ങളിലെ ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇത്. അത് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ ലോകത്തിന് അത് കൃത്യമാണ്, പ്രകടമാണ്. അതിനൊരു മാറ്റം വേണം. അതിനാൽ തന്നെ തങ്ങളുടെ നേതാവ് ഇബ്രാഹിം റൈസിയുടെ മരണം പുനരന്വേഷണം നടത്തൽ അത്യാവശ്യമാണ്. പറയുന്ന കാര്യം, ഇറാന്റെ കൂടി അനുമതിയോടുകൂടിയാണ് പേജർ സംവിധാനം ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നത് എന്നും ഇബ്രാഹിം റൈസി അടക്കമുള്ള ഇബ്രാഹിം റൈസിയും വിദേശകാര്യ മന്ത്രിയുമെല്ലാം ഇതേ സാമ്യമായിരിക്കുന്ന പേജർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് തങ്ങൾ മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ്. അപ്പൊ ഇവിടെ 2-3 ഘട്ടത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പിന്നീട് തുർക്കിയുടെ നേതൃത്വത്തിലും റഷ്യയുടെ നേതൃത്വത്തിലും അന്വേഷണം നടത്തി. അവര് തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ സിംഹഭാഗങ്ങളും പരിശോധിച്ചു. പുറത്തു നിന്ന് ഒരു വെടിവെപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആക്രമമോ ഉണ്ടായതായിരിക്കുന്ന ഒരു അടയാളങ്ങളും ഹെലികോപ്റ്ററിന്റെ ഒരു ഭാഗം പരിശോധിച്ചിട്ടും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തകർന്നു വീണു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പേജറുമായി ബന്ധപ്പെട്ട വിഷയം, ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പേജർ പൊട്ടിത്തെറിച്ച് പൈലറ്റിന്റെ കൺട്രോൾ പോവുകയോ ആ തരത്തിലുള്ള സ്ഫോടനം നടത്തിയ ആ തരത്തിലാണ് അപകടം നടന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളിടത്താണ് അഹമ്മദ് ബദ്ഗേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടിന് പ്രസക്തിയാവുന്നത്. ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ദുരന്തം അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അസർബൈജാനിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് അവിടുത്തെ 2 അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരുന്ന 3 ഹെലികോപ്റ്ററിൽ 1 ഹെലികോപ്റ്ററാണ് ഇങ്ങനെ തകർന്നത്. 2 ഹെലികോപ്റ്റർ സുരക്ഷിതമായ രീതിയിൽ ഇറാനിൽ ഇറങ്ങി. 1 ഹെലികോപ്റ്ററാണ് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് തകർന്നുകൊണ്ട് അസർബൈജാന്റെയും ഈ ഇറാന്റെയും ഏകദേശം തൊട്ട അതിരുഭാഗത്ത് തകർന്നു വീണതായിരിക്കുന്ന വിവരം പുറത്തു വന്നത്. അതിന്റെ അസർബൈജാന്റെ തന്നെ കൈവശത്തിലുള്ള മലനിരക്കുകൾക്കിടയിലാണ് തകർന്നു വീണത് എന്നതാണ്. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടമായതുകൊണ്ട് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നതിനാൽ ആ സമയത്തുണ്ടാക്കിയ ഒരു ദുരന്തം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നത്. അന്വേഷണം നടത്തി എവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ഉള്ളതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പിന്നീട് അസർബൈജാൻ അവരുടെ സൈനികരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രഹസ്യമായിരിക്കുന്ന ചോർച്ചകൾ നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ഒറ്റുകാരുണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തി. ഇറാനുമായി ബന്ധപ്പെട്ട് സൈനിക മേഖലയ്ക്ക് ഇടയിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തി. ഇങ്ങനെ പലതരത്തിലുള്ള അന്വേഷണത്തിലും ബാഹ്യശക്തികളുടെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അന്വേഷണ പുസ്തകം അവർ മടക്കി വെച്ചു. ഏറ്റവും ഒടുവിലായി ഇറാന്റെ അന്വേഷണമാണ് അവസാനിപ്പിച്ചത്. അവർ പറയുന്നു ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടില്ല എന്നതിനാൽ ഇതിൽ എന്തെങ്കിലും ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തമായിട്ട് തന്നെ തങ്ങൾ കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയും അതിന്റെ കോപ്പികൾ
വിതരണത്തിന് വേണ്ടിയിട്ട് അത് മറ്റുള്ള ലോക രാജ്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ വ്യത്യസ്ത മീഡിയകൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആ ഭാഗം അവസാനിച്ചതായിട്ട് ലോകം തന്നെ വിലയിരുത്തി. ഇപ്പൊ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വാക്കർ ടോക്കിയും പേജറും ഉപയോഗിച്ചുകൊണ്ട് ലെബനാന്റെ അകത്ത് നടത്തിയ സ്ഫോടനം, അതിൽ 38-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ ഒരേ സമയത്താണ് ഈ സ്ഫോടനം നടത്തിയത് എന്നതിനാൽ ഇതിന്റെ ഒരു കൺട്രോൾ വിൽപ്പന നടത്തിയ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതും അതിന്റെ പിന്നിൽ ഇസ്രായേലാണ് എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞതായിരിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും അത്തരം കേസുകൾ അംഗീകരിക്കാറില്ല. അത് ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി അവർ അംഗീകരിച്ചിട്ടില്ല. വാക്കർ ടോക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതും അവർ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇത്തരം പ്രവൃത്തി ക്രിട്ടിക്കലായിരിക്കുന്ന എന്തൊരു വിഷയം ഉണ്ടായാലും, അങ്ങനെ എന്തൊരു വിഷയം ഇസ്രായേൽ ഉണ്ടാക്കിയാലും ഒരിക്കലും അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ശൈലി, അവരുടെ രീതിയാണ്. ഈ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ വാക്കർ ടോക്കിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനത്തിന്റെ പരമ്പരകൾ നടന്നതിനോടനുബന്ധിച്ച് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നത് ഇറാന്റെ നിലപാടുകളാണ്. അപ്പൊ യുദ്ധം തുടങ്ങി ഏകദേശം ഒരു വർഷത്തിലേക്ക് എത്തുന്നതിനിടയിലായിട്ട് ഏകദേശം 50-ലധികം രാജ്യങ്ങളുടെ സഹായങ്ങൾ ഇസ്രായേൽ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏകദേശം 40ഓളം രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ പുറത്തു വന്നതാണ്. അത് സൈനികപരമായും സാമ്പത്തികപരമായും മറ്റ് സൈനികർക്ക് വേണ്ട മറ്റുള്ള അത്യാവശ്യമായിരിക്കുന്ന സാധനങ്ങൾ നൽകിയിട്ടും ഭക്ഷ്യസംബന്ധമായ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളെല്ലാം നൽകിയിട്ടും പലതരത്തിലും പല രൂപത്തിലും കപ്പൽ വഴിയും വിമാനം വഴിയും നേരിട്ടുമൊക്കെ സഹായം നൽകിയ രാജ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരുപാടുള്ള ഈ രാജ്യങ്ങൾ ഇത്രയും സഹായം നൽകിയിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അവരുടെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിന്റെ പ്രയാസം അവരെ വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഭാഗത്ത് എതിർപക്ഷം എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ ഫലസ്തീനാണ്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി നോക്കുന്ന സമയത്ത് ലെബനാനാണ്. ഈ രാജ്യങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം. അങ്ങനെ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു രാജ്യമായി നിലനിൽക്കുന്ന, സൈനികപരമായ വലിയ ശക്തിയുള്ള ഒരു രാജ്യമായി നിലനിൽക്കുന്ന ഇസ്രായേൽ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളോട് സൈനികമായ രീതിയിൽ സഹായം തേടുകയും അവരുടെ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രതിരോധിക്കുന്ന സൈനിക ട്രൂപ്പ് അയക്കുന്ന വിഭാഗങ്ങൾ അവർക്ക് ഇത്തരം ഒരു സൈനികമായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന ചോർച്ചയില്ലാതെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അത്യാധുനികപരമായിരിക്കുന്ന കാലോചിതപരമായി മാറ്റപ്പെടുത്തൽ വരുത്തിയിരിക്കുന്ന വൈദൂര മിസൈലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാൻ ആളുണ്ട് എന്നത് ഇസ്രായേൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി കാര്യങ്ങളിൽ ആയുധ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാര വിപണന മേഖല, സാമ്പത്തിക മേഖല, കയറ്റുമതി ഇറക്കുമതി മേഖല, ടൂറിസം മേഖല എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ കറൻസി മൂല്യത്തിന് ഇടിവ് വന്ന കാലമാണ് ഒക്ടോബർ 7 ശേഷമുള്ള കാലഘട്ടം എന്ന് തന്നെ മീഡിയകൾ അഭിപ്രായപ്പെട്ടതാണ്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തുകയും ഈ പേജർ പോലെയുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുകൂടി ഒരുപക്ഷെ പുറത്തു വരികയാണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന യുദ്ധത്തിന്റെ കാഠിന്യം എത്രത്തോളം ഗൗരവമേറിയതാണ് എന്ന് വിലയിരുത്താൻ പോലും പറ്റാത്തതായി അവസാനിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് എന്നത് കൃത്യമാണ്. അപ്പൊ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും പൗരപ്രമുഖരായിരിക്കുന്ന 5 പേരുടെയും മരണം ഇറാനെ വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കിയതാണ്. ലോകം വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെട്ടതുമാണ്. ഏതെങ്കിലും തരത്തിൽ അത് ഇസ്രായേലിന് പങ്കാളിത്തമുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം, അത് ഇറാന്റേതാണെങ്കിലും തുർക്കിയുടേതാണെങ്കിലും റഷ്യയുടേതാണെങ്കിലും ഇവര് ഏതെങ്കിലും ഒരു ഏജൻസി അതിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമായിരുന്നു. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഇല്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നീങ്ങിപ്പോയത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ വർത്തമാന സാഹചര്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും വലിയ ക്ഷീണം വരുന്നതും ഇസ്രായേലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനവട്ട യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ലെബനാനിൽ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. മാനസികപരമായി തളർത്തിക്കൊണ്ട് യുദ്ധം, അവരുടെ മേൽ വലിയൊരു യുദ്ധം വലിച്ചു കയറ്റുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വലിയ തിരിച്ചടികൾ ഉണ്ടായതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച തരത്തിൽ ലക്ഷ്യം നേടാൻ സാധിക്കുകയില്ല എന്നൊരു പ്രയാസം നിലനിൽക്കുന്നതിനിടയിലാണ്
ഇറാന്റെ മുൻ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണം എന്ന് പാർലമെന്റ് അംഗം തന്നെ ഔദ്യോഗികപരമായി പറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടന്നു നീങ്ങുകയാണ്.